SIP നല്ലതാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഈ 3 തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടമാകും. ഫസ്റ്റ് മിസ്റ്റേക്ക്, ഷോർട്ട് ടേം ഗോൾസിന് വേണ്ടി SIP ചൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. അടുത്ത വർഷം നിങ്ങളുടെ വിവാഹത്തിന് 5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കും ഇപ്പോൾ ഒരു SIP തുടങ്ങാം, അടുത്ത വർഷം ആകുമ്പോഴേക്കും നമ്മളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടാകുമെന്ന്. പക്ഷേ ഷോർട്ട് ടേം ഗോൾസിന് വേണ്ടി SIP ഒരു ശരിയായ ഓപ്ഷനേ അല്ല. മാർക്കറ്റിന് എന്തെങ്കിലും ക്രാഷ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിവാഹം പോസ്റ്റ്പോൺ ചെയ്യാൻ പോകുന്നില്ല. സോ SIP സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലോങ് ടേം ഗോൾസ് ആൻഡ് വെൽത്ത് ക്രിയേഷന് വേണ്ടിയായിരിക്കണം. സെക്കൻഡ് മിസ്റ്റേക്ക്, സെല്ലിംഗ് യുവർ മ്യൂച്വൽ ഫണ്ട് വിത്തിൻ 1 year. നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് 1 വർഷത്തിനുള്ളിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ 20% ഷോർട്ട് ടൈം ഗെയിൻ ടാക്സ് അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും. കൂടാതെ എക്സിറ്റ് ലോഡും കാണും. അത് ചിലപ്പോൾ 1 മുതൽ 2% വരെ ആയിരിക്കാം. തേർഡ് മിസ്റ്റേക്ക്, നോട്ട് ഇൻക്രീസിംഗ് യുവർ SIP എമൗണ്ട് വിത്ത് യുവർ ഇൻകം. നിങ്ങളുടെ വരുമാനം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നിങ്ങളുടെ SIP എമൗണ്ട് കൂട്ടിക്കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, അടുത്ത 5 വർഷത്തിനകത്ത് നിങ്ങളുടെ സാലറി ഡബിൾ ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന SIP 5000 രൂപയാണെന്നുണ്ടെങ്കിൽ അത് 10000 രൂപയിലേക്ക് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വേ ആണ് സ്റ്റെപ്പ് അപ്പിംഗ് യുവർ SIP. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്തോറും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്സും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ സിമ്പിളായി മനസ്സിലാക്കാൻ പേജ് ഫോളോ ചെയ്യും. കൂടാതെ നെക്സ്റ്റ് ടോപ്പിക് എന്തിനെക്കുറിച്ച് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ കോമെന്റ് ചെയ്യൂ.